പല സ്ട്രഗ്ലിംഗ് ബിസിനസ് ഓണേഴ്സിൻ്റെ പ്രശ്നമാണ്. അവർ ടീം മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഇരുത്തിയിട്ട് അവൻ്റെ പ്രാരാബ്ദം പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? അവന് നിങ്ങളോട് സഹതാപം തോന്നുമെന്നോ, അല്ലെങ്കിൽ അവൻ കൂടുതൽ പ്രവർത്തിക്കുമെന്നോ? നോ. ഈ മുങ്ങുന്ന കപ്പലിൽ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം എന്നേ അവൻ ചിന്തിക്കൂ. കാരണം അവൻ്റെ നമ്പർ 1 നീഡ് ഈസ് സർട്ടനിറ്റി, ഉറപ്പ്, അഷുറൻസ്. അത് ഈ കപ്പലിൽ നിന്ന് കിട്ടില്ല എന്ന് അവർക്കറിയാം. അവർ ചാടും. സോ ഒരു കാരണവശാലും ടീമിനോട് നിങ്ങളുടെ വീക്ക്നെസ് പറയരുത്, സമ്മതിക്കരുത്. അതിനെന്ത് ചെയ്യണം? നിങ്ങളുടെ അവൈലബിലിറ്റി കുറയ്ക്കണം. ഒരു കാരണവശാലോ അവരുടെ കൂടെ വെറുതെ ഇരിക്കുമ്പോൾ ഫുഡ് കഴിക്കാൻ പോയിരിക്കരുത്, ഫുഡ് കഴിക്കാൻ വിളിച്ചുകൊണ്ട് പോകരുത്. ഒരു കാരണവശാലും ഒരു വഴിക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്നും പറഞ്ഞിട്ട് കൂട്ടിന് അവരെ വിളിച്ചുകൊണ്ട് പോകരുത്. ആ യാത്രയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഓപ്പൺ അപ്പ് ആകുന്നത്. അറിയാതെ പഴയ കോളേജിലെ കഥയൊക്കെ പറയും, പ്ലേ ബോയ്സ് പല കഥകളും പറയും. എന്താ സംഭവം? നമ്മൾ കൊണ്ടുപോയി നമ്മുടെ തല ഇവൻ്റെ കഷത്ത് വെച്ച് കൊടുക്കും. പിന്നെ നമുക്ക് ഇവനെ പേടിയാ. അന്ന് വെള്ളത്തിൻ്റെ പുറത്ത് പറഞ്ഞതാ, സന്തോഷത്തിൻ്റെ പുറത്ത് പറഞ്ഞതാ. സ്റ്റാഫിൻ്റെ കൂടെ അനാവശ്യമായി പോയിരിക്കരുത്, അനാവശ്യമായി സംസാരിക്കരുത്. ഇത് കേൾക്കുമ്പോൾ അവർക്ക് ദേഷ്യം തോന്നും. ബട്ട് ദിസ് ഈസ് ദ ഫാക്റ്റ്. എവിടെ നിങ്ങൾ കൂടുതൽ സംസാരിക്കുന്നുവോ അവിടെ നമ്മുടെ നാവിൽ നിന്ന് തന്നെ നമ്മളെ അടിക്കാനുള്ള വടി കൊണ്ടിട്ട് കൊടുക്കും. ശരിയാണോ? നമ്മളുടെ വീക്ക്നെസ് ഏറ്റവും കൂടുതൽ ലോകത്തോട് വിളിച്ച് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. നമ്മൾ പറയാതെ ഒരുത്തനും അറിയില്ല നമുക്ക് എന്തൊക്കെ പോരായ്മയുണ്ടെന്ന്. നമ്മൾ തന്നെയാണ് അത് വിളിച്ച് പറഞ്ഞത്. അതുകൊണ്ട് പരമാവധി ആ സമ്പർക്കം കുറയ്ക്കുക, പരമാവധി അവൈലബിലിറ്റി കുറയ്ക്കുക, പരമാവധി ഇവരുമായിട്ടുള്ള യാത്ര, ഭക്ഷണം, തോളെ കൈയടിയിൽ ഇതെല്ലാം നിർത്തുക. അവരുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടരുത്. ഈ നൈസ് അനാലിസിസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മളല്ല നടത്തേണ്ടത്, HR ടീമാണ്. നമ്മൾ നടത്തിയാൽ അന്നേരം ഇവർ പറയും, സാറേ ജോയിൻ ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു എനിക്കൊരു കുഞ്ഞുള്ളതാണ്, ഒരു പൊടി കുഞ്ഞുള്ളതാണെന്ന് അന്നേ ഞാൻ പറഞ്ഞായിരുന്നു. ഇതൊന്നും കേൾക്കേണ്ട ബാധ്യത നമുക്കില്ല. നമ്മുടെ ഉത്തരവാദിത്തമല്ല അവരുടെ കുഞ്ഞ്. ഇപ്പം നമുക്ക് തോന്നും അയ്യോ ഇതൊക്കെ മനുഷ്യപ്പറ്റില്ലായ്മയല്ലേ എന്ന്. നോ, ദിസ് ഈസ് ബിസിനസ്. ബിസിനസ്സിനെ ബിസിനസ്സായി കാണണം.